ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്ന സംഭവം, അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ലീക്കേജ്, ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഈ സിലിണ്ടർ കഴിഞ്ഞ ഉടനെ വെക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ മിക്കവാറും പലരും ആരും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് കിച്ചൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഗ്യാസും കുറ്റി. വീടിൻ്റെ ഉള്ളിലോ അധികം ആരും കയറ്റി വെക്കില്ല. നമ്മൾ ഗ്യാസ് സിലിണ്ടർ ചിലപ്പോൾ അവർ ഗ്യാസിൻ്റെ ആൾക്കാരനെ ചിലപ്പോൾ അത് വെച്ചിട്ട് പോകും, പക്ഷേ ഗ്യാസ് നല്ല രീതിയിൽ ലീക്ക് വരും. കാരണം ഇപ്പോൾ നല്ല രീതിയിൽ ഗ്യാസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ആക്കിയിട്ടും അത് ഇതാവുന്നില്ല, സെറ്റാവുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഞാൻ തന്നെയാണ് വീട്ടിലെപ്പോഴും ചെയ്യാറ്. കാരണം വീട്ടിലുള്ളവർക്ക് അധികം അറിയില്ല. അപ്പോൾ ഇത് പുതിയ ഗ്യാസാണ്, ഇപ്പോൾ പൊട്ടിച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ 2-3 ഷെയ്ക്ക് ചെയ്തപ്പോഴും അത് സ്മെല്ല് നല്ല രീതിയിൽ വരും, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് ഒന്നുകൂടി അയച്ച് നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഓറിങ് വാഷ് കുറേ പഴകിയിരിക്കുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓറിങ് വാഷ് ഇതിനുള്ളിലേക്ക് വരുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഗ്യാസ് കറക്റ്റ് രീതിയിൽ പുറത്തേക്ക് വരാതിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഓറിങ് വാഷർ ഉള്ളിൽ നിന്ന് എടുത്തിട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കൊടുന്ന പഴയ ഗ്യാസും കൂട്ടി ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞതിൻ്റെ ഓറിങ് വാഷാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, ഗ്യാസ് നമ്മൾ ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഗ്യാസും കുറ്റിയിൽ ഈ പഴയ ഓറിങ് വാഷറാണ് ഈ ലീക്കേജായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ വീഡിയോയിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വെറുതെ നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് അറിയില്ല, സ്മെല്ല് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, ഗ്യാസ് വേഗം തീരും ചെയ്യും. നേരെ മറിച്ച് ഇത് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് പോയിട്ട് വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് എപ്പോഴാണ് അത് ലൂസാവുക എന്ന് പറയാൻ പറ്റില്ല. അളകുന്ന സമയത്താണ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ഗ്യാസിൻ്റെ നമ്മൾ സിലിണ്ടറിൽ കഴിഞ്ഞ ഗ്യാസിൻ്റെ ഓറിങ് വാഷർ ഇതിക്കാൻ ഇട്ടിട്ടോ. നമുക്കിതെന്താ വെച്ചാൽ ഇതിനെപ്പറ്റി അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പം തന്നെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഗ്യാസിൻ്റെ ലീക്കേജ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കംപ്ലയിൻറ്റ് ചെയ്ത് അവർ തന്നെ വരുന്ന കേട്ടോ. ഇതിപ്പോൾ എന്തെങ്കിലും രാത്രി ഉണ്ടായ സംഭവം ആയതുകൊണ്ടാണ് ഞാൻ രാത്രിക്ക് തന്നെ ഞാനിത് ചെയ്തത്. അല്ലെങ്കിൽ അവർ രാത്രി ഒന്നും അവർ സർവീസിന് വരില്ല. ഇനി അഥവാ നിങ്ങൾ പുറത്താണ് ഗ്യാസ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കുക, സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കുക. വെറുതെ ഗ്യാസിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യാം.